ജീഷ്, സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അതിന് തുടർ നടപടി ഇനി അവർ തീരുമാനിക്കുമെന്നുള്ളതാണല്ലോ. എന്തൊക്കെയാണ് അപ്പോൾ അന്വേഷണ സംഘം, ഇനി പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ എപ്പോൾ അവരുടെ നിലപാട് വ്യക്തമാക്കും? ഏത് നിലയ്ക്കായിരിക്കും അന്വേഷണം? അജീഷ്. ഉന്മേഷ്, എന്തായാലും ഈ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നാളെ തിരുവനന്തപുരത്ത് സിറ്റിംഗ് ചേരുന്നുണ്ട്. അവർ ഒരു യോഗം ചേർന്നതിന് ശേഷം എങ്ങനെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കും. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ പോലീസ് എടുത്ത ആദ്യ കേസ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആയതുകൊണ്ട് ആ കേസ് സ്വാഭാവികമായിട്ടും ഈ പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരിക്കും അന്വേഷിക്കുക. നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ പ്രത്യേക അന്വേഷണ സംഘം കൊൽക്കത്തയിൽ നേരിട്ടെത്തി ഈ ബംഗാളി നടിയുടെ മൊഴി രേഖപ്പെടുത്തും. കൂടാതെ തന്നെ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാം കൊച്ചി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൊച്ചിയിലെത്തി അവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. മാത്രമല്ല ഇതിനുശേഷമുള്ള മറ്റു ആരോപണങ്ങൾ, പല ആരോപണങ്ങളും മാധ്യമങ്ങളിലൂടെ പല നടിമാരും സിനിമ വനിതാ പ്രവർത്തകരും വെളിപ്പെടുത്തിയിരുന്നു. ഈ ആരോപണങ്ങളിലും ഇവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കും. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ കൂടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു തീരുമാനത്തിൽ കൂടുതൽ വനിതാ പ്രവർത്തകർ പരാതി നൽകാനുള്ള ആത്മവിശ്വാസം കൂടി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെതിരെ അടക്കം മറ്റു പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ അടക്കം കൂടുതൽ പേർ പരാതി നൽകാൻ നാളെ മുതൽ സന്നദ്ധരായിരിക്കും. ഉന്മേഷ്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാൾ നടിയുടെ പരാതിയിൽ ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുകയാണ്.